റിയാദിൽ അന്താരാഷ്ട്ര തൊഴിൽ വിപണന അക്കാദമി ആരംഭിക്കും. റിയാദിൽ നടക്കുന്ന രണ്ടാമത് അന്താരാഷ്ട്ര തൊഴിൽ വിപണി സമ്മേളനത്തിന്റെ ഉദ്ഘാടനത്തിൽ സൗദി തൊഴിൽ മാനവ വിഭവശേഷി വികസന മന്ത്രി അഹമ്മദ് ബിൻ സുലൈമാൻ അൽ രാജ്കിയാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. ആഗോള തൊഴിൽ വിപണി നയങ്ങൾ രൂപീകരിക്കുന്നതിന് അനുയോജ്യരായ വിദഗ്ധരെ സജ്ജമാക്കുക, വിവിധ രാജ്യങ്ങൾ തമ്മിൽ ഇതുമായി ബന്ധപ്പെട്ട വിജ്ഞാന കൈമാറ്റം ഉറപ്പാക്കുന്നതിന് ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം രൂപീകരിക്കുക, അതാത് രാജ്യങ്ങളുടെ തൊഴിൽ നയങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി പരിശീലനം നൽകുക മുതലായ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് അക്കാദമി രൂപീകരിക്കുന്നത്. ലോകബാങ്കിൻ്റെയും തക്കമ്മുൽ ഹോൾഡിംഗ് കമ്പനിയുടെയും സഹകരണത്തോടെയാണ് ഇത് സ്ഥാപിക്കുന്നത്. ആദ്യ ബാച്ചിൽ 27 രാജ്യങ്ങളിൽ നിന്നുള്ള 37 പേരാണ് പരിശീലനത്തിൽ പങ്കെടുക്കുക. ഇതിൽ 25 മന്ത്രാലയങ്ങളും അവയുടെ പ്രതിനിധികളും ഉൾപ്പെടും. 3 വർഷത്തിനുള്ളിൽ 600-ലധികം പേരെ പരിശീലിപ്പിക്കാനാണ് അക്കാദമി ലക്ഷ്യമിടുന്നത്. ലോകബാങ്കിൻ്റെ സാമ്പത്തിക സഹായം ലഭിക്കുന്ന രാജ്യങ്ങൾക്ക് പരിശീലനത്തിന് പ്രത്യേക പരിഗണന നൽകും. തൊഴിൽ വിപണി നയങ്ങൾ രൂപപ്പെടുത്തിക്കൊണ്ട് അവ വിജയകരമായി പ്രായോഗികവൽക്കരിക്കുവാനും പ്രായോഗിക പഠനങ്ങൾ, ഫീൽഡ് ട്രെയിനിങ് എന്നിവ വഴി പരിജ്ഞാനം വർദ്ധിപ്പിക്കുവാനും ആഗോള തൊഴിൽ വിപണിയുടെ ഭാവിയെ ശാസ്ത്രീയമായി രൂപപ്പെടുത്തുവാനും സൗദിയുടെ ഈ നൂതന പദ്ധതി ഏറെ പ്രാധാന്യം അർഹിക്കുന്നുവെന്ന് സമ്മേളനത്തിൽ സംസാരിക്കവേ സൗദി മാനവ വിഭവശേഷി സാമൂഹിക വികസന ഉപമന്ത്രി ഡോക്ടർ അബ്ദുള്ള ബിൻ നാസിർ അൽ ബുത്തൈൻ അഭിപ്രായപ്പെട്ടു. തൊഴിൽ വിപണിയിൽ നൂതനവും സുസ്ഥിരവുമായ നയരൂപീകരണത്തിനും പുതുതലമുറയിലെ വിദഗ്ധ തൊഴിലാളികളെ തയ്യാറാക്കുന്നതിനുമുള്ള തന്ത്രപരമായ മുന്നേറ്റമാണ് ഇതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇസ്മായിൽ പയ്യോളി, 24, റിയാദ്.